നമസ്കാരം പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ ഒരു പ്രതികരണം ഞാൻ കാണാനിടയായി. എന്റെ പടം കാണിച്ചിട്ടല്ലേ നിങ്ങൾ പറഞ്ഞത് സിസ്റ്റം അതെയല്ലേ? എന്താണ് ഞാൻ ചെയ്ത പിഴവെന്ന് പറഞ്ഞാട്ടെ. ഞാൻ ചെയ്ത പിഴവ് എന്താണെന്ന് പറഞ്ഞാട്ടെ. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസമായി നമ്മുടെ നാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? ആരോഗ്യ വകുപ്പിന് സംഭവിച്ച ഗുരുതരമായ വീഴ്ചയെ സംബന്ധിച്ചാണ്. ഉഷ ജോസഫ് എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കത്രിക ശരീരത്തിൽ കുടുങ്ങിയെന്നും പിന്നീട് എക്സ്റേയിൽ കണ്ടെത്തിയെന്നും നമ്മൾ ഈവൻ കേരളം മുഴുവൻ ആ എക്സ്റേ കണ്ടു. അതുമായി ബന്ധപ്പെട്ട സംസാരവും ചർച്ചയുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത്. അതിനോട് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം ഇന്ന് കാണുമ്പോൾ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകനെ ചോദ്യം ചെയ്യുന്ന ആരോഗ്യമന്ത്രിയാണ് ഞാൻ കണ്ടത്. ഇത് ഒറ്റപ്പെട്ട സംഭവമാണോ? കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പുള്ള കാര്യം മാത്രം പരിശോധിച്ചാൽ, ആദ്യം ഹർഷീന എന്ന് പറയുന്ന യുവതി വയറ്റിൽ കത്രിക കുടുങ്ങി അവരുടെ പ്രയാസവുമായി ബന്ധപ്പെട്ടു വന്നു. അവരോട് ഇവർ സ്വീകരിച്ച നിലപാടും സമീപനവും എന്താണെന്ന് കേരളം കണ്ടാണ്. അതിന് പിന്നാലെ സുമയ്യയുടെ ശരീരത്തിൽ ഗൈഡ് വയറാണ് ഇരുന്നത്. അതിനുശേഷം വളരെ വേദനാജനകമായ സംഭവം ദേവി പ്രസവത്തിന് ശേഷം തുണി കുടുങ്ങിയിട്ട് പിന്നീട് പുറത്തു വന്ന സംഭവം നമ്മുടെ മുമ്പിലുണ്ടായി. ഇപ്പോൾ ഉഷ ജോസഫ്. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അതിനോട് പ്രതിഷേധം രേഖപ്പെടുത്തിയ, ജനങ്ങളുടെ പ്രതിഷേധം പ്രതിഫലിപ്പിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ കുറിച്ച്, യൂത്ത് കോൺഗ്രസിന്റെ സമരത്തെക്കുറിച്ച് എത്ര ആക്ഷേപത്തോടു കൂടി, എത്ര പരിഹാസത്തോടു കൂടിയാണ് ഇവർ സംസാരിച്ചത്. ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന നിലയിൽ അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയോട് വിനയത്തോടു കൂടി ഞാൻ ഒരു കാര്യം പറയട്ടെ. റെയിൽവേ ആക്സിഡന്റ് നടന്നതിന്റെ പേരിൽ റെയിൽവേ മന്ത്രി രാജിവെച്ച ചരിത്രമുള്ള രാജ്യമാണ് നമ്മുടേത്. റെയിൽവേ മന്ത്രി ട്രെയിൻ ഓടിച്ചിട്ടാണോ? കാരണം നിങ്ങളാണ് ആരോഗ്യവകുപ്പ് ഹെഡ് ചെയ്യുന്നത്. ഞാനൊരു കുറഞ്ഞ പക്ഷം ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒരു രീതിക്കും ഈ എരകൾ അല്ലെങ്കിൽ ഈ പ്രയാസം അനുഭവിക്കുന്നവരോട് ഏതെങ്കിലും നിലയിലുള്ള ഒരു അനുകമ്പയോ അനുഭാവമോ കാണിച്ചില്ലെങ്കിലും അവരോട് ധിക്കാരവും ധാർഷ്ട്യവും നിങ്ങൾ കാണിക്കരുത്. അത് വല്ലാത്തൊരു അഹങ്കാരമാണ്. നിങ്ങൾ ഹെഡ് ചെയ്യുന്ന ഒരു വകുപ്പിൽ ഇത്രയും വലിയൊരു പരാജയമുണ്ട്. ഇത് വിദേശ രാജ്യത്താണ് നടന്നിരുന്നത് എങ്കിൽ ഈ ഓരോ ഇരകൾക്കും മില്യൺസ് ഓഫ് ഡോളേഴ്സ് നിങ്ങൾ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. നിങ്ങൾക്കറിയോ? ഇവിടത്തെ സിസ്റ്റം ഇതായതുകൊണ്ടാണ് നിങ്ങൾക്ക് നിസ്സാരമായി സിസ്റ്റം ഫെയിലിയർ എന്ന് പറഞ്ഞ് ഇതുപോലെ നിന്ന് വർത്താനം പറയാൻ കഴിയുന്നത്. വേറെ ഏതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ സെക്രട്ടേറിയറ്റ് വിറ്റാ കിട്ടേണ്ട കാശ് ഒരുപക്ഷെ ഈ ഇത്രയും പേർക്കായിട്ട് കൊടുക്കണം. മില്യൺസ് ഓഫ് ഡോളേഴ്സ് നിങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു. നിങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അവർ നിരന്തരം ആക്ഷേപിക്കുകയാണ്. ഇത് ഈ സിസ്റ്റം ഫെയിലിയർ എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ കേരളത്തോട് പറഞ്ഞുണ്ടാക്കിയ നിങ്ങളുടെ ഈ സിസ്റ്റം ഫെയിലിയർ ഇനി ഈ കേരളം എത്ര കാലം താങ്ങണം? സിസ്റ്റം ഫെയിലിയർ ഒന്നും ഉറപ്പില്ലാതെ വന്ന് പറയുന്നത് അതൊരു ജസ്റ്റിഫിക്കേഷൻ ന്യായീകരണമല്ല, നിങ്ങളുടെ ധിക്കാരവും ധാർഷ്ട്യവുമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിനയത്തോടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ദയവ് ചെയ്ത് നിങ്ങൾ അവരുടെ അനുകമ്പ കാണിച്ചില്ലെങ്കിലും നിങ്ങളുടെ അഹങ്കാരം നിങ്ങൾ അവസാനിപ്പിക്കണം. ഒരു കാരണവശാലും ഇതുപോലൊരു ജനകീയ പ്രശ്നം ഉണ്ടാകുമ്പോൾ നടക്കുന്ന സമരങ്ങളെ, പ്രതിഷേധങ്ങളെ ഈ നിലയിലല്ല നിങ്ങൾ കാണേണ്ടതും നിങ്ങൾ പറയേണ്ടതും. നിങ്ങളൊരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടു വന്ന ഒരു ജനപ്രതിനിധിയും അതിൽ മന്ത്രിയായിരിക്കുന്ന വ്യക്തിയാണ്. ദയവ് ചെയ്ത് ഈ വേദനയും പ്രയാസവും അനുഭവിക്കേണ്ടി വന്നവരെ ഇനിയും നിങ്ങൾ വേദനിപ്പിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറയേണ്ടി വന്നത്, ആരോഗ്യ വകുപ്പിന് അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ഭാഷയാണ് എന്ന്. ഇപ്പോഴും നിങ്ങളത് തിരുത്താൻ തയ്യാറായിട്ടില്ല. നിങ്ങൾ UDFന്റെ കാലത്ത് കത്രിക കുടുങ്ങിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. എന്തൊരു രാഷ്ട്രീയമാണിത്? ദയവ് ചെയ്ത് ജനങ്ങളോട് മിനിമം മര്യാദയോടുകൂടി പെരുമാറാനുള്ള ഒരു സാമാന്യ മര്യാദ നിങ്ങൾ കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കട്ടെ. നന്ദി.